കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശുവിന് ഞാൻ അർപ്പിക്കുന്നു. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. ക്ഷീണിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കാതെ ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്ത, പരിപാലിച്ച, സ്നേഹിച്ച കരുതലിനും വിശ്വസ്തതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചു, ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ പഴയ നിയമ പ്രവാചകനാണ്. ആ പഴയ നിയമ പ്രവാചകൻ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മരണപീഡാനുഭവങ്ങളെക്കുറിച്ചും പ്രവചിച്ചതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നമ്മുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചും പ്രതിദാനം ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്ന് രാവിലെ ഞാൻ വായിച്ച വാക്യം. ആ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ആരാണ് വഹിച്ചത്? യേശു കർത്താവ് വഹിച്ചു. എന്നിട്ട് പറയുക, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അപ്പം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു. 2 കാര്യങ്ങൾ യേശുവിൻ്റെ ക്രൂശീകരണത്തോടും യേശുവിൻ്റെ പീഡാനുഭവത്തോടും കൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. 1, നമ്മുടെ വേദനകൾ അവൻ വഹിച്ചു. 2, നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. അപ്പോൾ നോക്കുക, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഹലോക ജീവിതത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ, അന്യപ്പെട്ടുപോയ ദൈവത്തിൽ നിന്ന് മാറി അകന്നുപോയ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഒരു ഇടനിലക്കാരനായി, ഒരു മധ്യസ്ഥനായി, ഒരു മീഡിയേറ്ററായി നമ്മുടെ ഇടയിൽ വന്ന സാക്ഷാൽ ദൈവപുത്രൻ. ആ ക്രിസ്തു എന്തു ചെയ്തു? നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എങ്ങനെയാണ് നമ്മുടെ വേദനകൾ നമ്മുടെ കർത്താവ് ചുമന്നത്? 5-ാം വാക്യത്തിൽ വ്യക്തതയോടുകൂടെ പറയുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശുവിന് മുറിവേറ്റു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം എന്ത് ചെയ്തിരിക്കുന്നു? മുറിവേറ്റു. അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തകർന്നു, നമുക്ക് വേണ്ടി മുറിവ് ഏറ്റു. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ട കർത്താവിനെ യൂദാസ് ഊറ്റിക്കൊടുക്കുമ്പോൾ അവിടെ മുതൽ തൻ്റെ പീഡാനുഭവം ആരംഭിക്കുകയാണ്. ഒരു രാത്രി മുഴുവനും മാറി മാറി വിവിധ കോടതികളിൽ യേശുവിനെ വിധിച്ചു. കുറ്റമൊന്നും കണ്ടെത്തിയില്ല. അവസാനം യേശുവിനെ വെറുതെ വിടേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ആരവാരം മുഴങ്ങി മഹാപുരോഹിതന്മാരും ജനവും ഒരുമിച്ച് പറഞ്ഞു, ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ജനത്തിൻ്റെ ബഹളം നിമിത്തം പീലാത്തോസ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല,
എങ്കിലും അവനെ ക്രൂശിക്കുവാൻ ജനത്തിൻ്റെ ആരവാര നിമിത്തം, ജനത്തിൻ്റെ നിർബന്ധം നിമിത്തം യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. കള്ളനായ ബർബാസിനെ വെറുതെ വിട്ടയച്ചു. അങ്ങനെ യേശുവിനെ നമുക്കറിയാം പീലാത്തോസിൻ്റെ കൽത്തളങ്ങളിൽ കൊണ്ടുവന്ന് കർത്താവിനെ അടിച്ചു. 39 അടി അടിച്ചു. 40 അടി അടിക്കാതിരിക്കാൻ അവർ എണ്ണി തിട്ടപ്പെടുത്തി അടിച്ചു. 2 ക്രൂര പടയാളികൾ ചാട്ടകം കൊണ്ട് യേശുവിൻ്റെ മുതുകത്ത് ആഞ്ഞു വീശി അടിച്ചു. അവർ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്ത് 39 അടി അടിച്ചു. എണ്ണിയത് 40 ആകാതിരിക്കാനാണ്, 39 കുറഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ 39 കുറഞ്ഞു പോകുകയും ചെയ്യരുത്, 40 അടി അടിക്കുകയും ചെയ്യരുത്. എന്താ കാര്യം? മാക്സിമം യേശുവിനെ അടിക്കണം. മറ്റൊന്ന്, 39 അടി അടിച്ചാൽ വീണ്ടും അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കാം. പക്ഷെ 40 അടിച്ചാൽ വെറുതെ അവനെ വിട്ടയക്കണം. അത് റോമൻ നിയമമാണ്. അതുകൊണ്ട് 40 അടി അടിച്ചു വിടാനല്ല, ഈ ആളുകൾ യേശുവിനെ ക്രൂശിക്കാനായിട്ടാണ് നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ അടിച്ചു. 39 അടി, ഒന്ന് കുറുകെ 39 അടി യേശുവിനെ അടിച്ചു. ശരീരം മാംസങ്ങൾ പിച്ചി കീറി, അസ്ഥികളിൽ നിന്ന് മാംസം ഇളകി തുടങ്ങി. കുതിരത്തല്ലി യേശുവിൻ്റെ വിലാപ്പുറവും പുറവും ഉഴുവുചാലു പോലെ അടിച്ച് കീറി. കണ്ട ഉഴുതുമറിക്കുന്ന പോലെ യേശുവിൻ്റെ ശരീരം ഉഴുതുമറിച്ചു. നമുക്കറിയാം, നിലങ്ങൾ ഉഴുതുമറിക്കുന്നത് പോലെ ആ ചാട്ട കൊണ്ട് യേശുവിൻ്റെ ശരീരം മുറിച്ചു. ആ യേശുവിൻ്റെ ശരീരത്തെ, മുറിച്ച ശരീരത്തെ, ചോര വന്ന ശരീരത്തെ വലിച്ചുകൊണ്ട് ഒരു കസേരയെ കൊണ്ടിരുത്തി അവൻ്റെ പുറത്ത് അവൻ്റെ കണ്ണിൽ തുണി വെച്ച് കെട്ടി കോലുകൊണ്ട് തലയ്ക്കടിച്ചു. രാജവസ്ത്രം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് കിരീടം വെച്ചു. ഈ യേശുവിനെ അവർ പരിഹസിച്ചു. അവരുടെ റോമൻ നാണയത്തൊട്ടുകൊണ്ട് യേശുവിൻ്റെ താടിയിലെ രോമത്തിൽ കയറ്റി വിട്ട് അതിനെ പിരിച്ച് കർത്താവിൻ്റെ രോമം പിച്ചി പറിച്ചു. അവിടെ നിന്ന് മാംസവും ആ രോമം കൂടെ പിഴുതിറങ്ങി. അവിടെ രക്തം ഒലിക്കുവാൻ തുടങ്ങി. അവിടേക്ക് അവർ കാർക്കിച്ചു തുപ്പി. ഈ തുപ്പലും ഏറ്റുവാങ്ങി, വേദന ഏറ്റുവാങ്ങി യേശുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് പച്ചമര കുരിശ് തോളി വെച്ച് ആ കർത്താവിനെ കാൽവറിയോളം നടത്തി. കാൽവറിയോളം യേശു പച്ചമര കുരിശുമായി നടന്ന് നടന്ന് നീങ്ങി. അവനിടയ്ക്കൊക്കെ വീഴുമായിരുന്നു. എന്നാൽ വീണ്ടും അവർ എഴുന്നേൽപ്പിച്ച് ക്രൂശ് തോളി വെച്ച് യേശുവിനെ കാൽവറിയോളം നടത്തി. അവൻ്റെ ശരീരം മുഴുവനും എന്ത് ചെയ്തു? ആമെ പിച്ചി കീറി മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് പറയുകയാണ്, നമ്മുടെ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. എൻ്റെ അതിക്രമ നിമിത്തം, നിങ്ങളുടെ അതിക്രമ നിമിത്തം, മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ അതിക്രമങ്ങൾ നിമിത്തം, ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ ജീവിതത്തിലെ അതിക്രമങ്ങൾ നിമിത്തം കർത്താവ് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായി മാറി. ശരീരം മുറിക്കപ്പെട്ടു, രക്തം ധാരധാരയായി ഒഴുകി. കാൽവറിയിൽ യേശുവിനെ 3 ആണികളിൽ തൂക്കപ്പെട്ടപ്പോൾ, അടിച്ച് ക്രൂശിൽ അവനെ തൂക്കിയിട്ടപ്പോൾ, അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നു എന്ന് കാണുന്നു. മുറിക്കപ്പെട്ട ശരീരം, മുറിവേറ്റ ശരീരം എന്തിന്? എനിക്ക് എൻ്റെ വേദന മാറ്റിയെടുക്കാൻ. നാം വായിച്ച വാക്യം അങ്ങനെയാണ്. നമ്മുടെ രോഗങ്ങളെ അവന് വഹിക്കാൻ വേണ്ടി, നമ്മുടെ വേദനകളെ ചുമക്കാൻ വേണ്ടി, നമ്മുടെ വേദനകൾ നാം ചുമക്കേണ്ടതിന് പകരം കാൽവറിയിൽ കർത്താവ് നമ്മുടെ വേദനയെ ചുമന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂത് പറയുകയാണ്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിക്കപ്പെട്ടവനായി മാറി, മുറിവേറ്റു എന്ന് അവിടെ കാണുമ്പോൾ അകൃത്യ നിമിത്തം തകർന്നുമിരിക്കുന്നു, മനസ്സ് തകർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക,
ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. നോക്കുക, കർത്താവിൻ്റെ ഹൃദയം മുറിവേൽക്കുകയാണ്. മുറിവേറ്റ ഹൃദയവുമായി നോക്കുക, യേശു ശരീരം മുറിക്കപ്പെട്ടവനായി അവൻ്റെ മനസ്സ് തകർന്നു പോയി. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നോക്കുക, നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് യേശുവിൻ്റെ ശരീരത്തെ മുറിച്ചെങ്കിൽ അവൻ്റെ അടിപ്പിണരുകളാൽ, ആ കർത്താവിൻ്റെ കയ്യാൽ, ആണിയടിക്കപ്പെട്ട കയ്യാൽ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വായിച്ച കുറിവാക്യത്തിൽ എഴുതിയത്, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എങ്ങനെ? അവൻ്റെ അടിപ്പിണരുകളാൽ, അവൻ്റെ മുറിവേറ്റ ശരീരത്താൽ, ആ രക്തത്താൽ, ആ ചൊരിയപ്പെട്ട രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല, എൻ്റെ പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യഹൂദന്മാരെ പേടിച്ച് വിറങ്ങലിച്ച് ഒരു റൂമിനകത്ത് ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് യേശു പറഞ്ഞ ഒരു പദമാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യെശയ്യാവ് 53:5 പറയുകയാണ്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് ആമേൻ പറയാൻ പറ്റും? എനിക്കൊന്ന് കരയണമെന്നുണ്ട്. കാരണം അത്രയ്ക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, വേദന സഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇവിടെ ഇതാ വേദനകളെ അവൻ ചുമന്നു എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, നിന്റെ വേദന ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. കാലം കുറയായില്ലേ, വർഷം കുറയായില്ലേ, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദന, കുടുംബത്തെ ഓർത്തുള്ള വേദന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളെക്കുറിച്ചുള്ള വേദന, നിങ്ങളുടെ ശാരീരിക മണ്ഡലത്തെക്കുറിച്ചുള്ള വേദന, എവിടെയോ തിങ്ങി തളം കെട്ടി നിൽക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാ, നിന്റെ വേദന ചുമക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, സഹോദര, കുഞ്ഞെ, ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ശക്തമായ ദൂത് പറയാം. നിങ്ങളുടെ വേദന അറിയാൻ ആരും കാണില്ല. ഒരുപക്ഷെ നിൻ്റെ ഭർത്താവിന് നിൻ്റെ വേദന അറിയണമെന്നില്ല, മനസ്സിൻ്റെ ഭാരം ഭർത്താവിന് അറിയണമെന്നില്ല, നിൻ്റെ മാതാപിതാക്കൾക്ക് ആ വേദന അറിയണമെന്നില്ല, ജനിപ്പിച്ച അപ്പനോ ജന്മം തന്ന അമ്മയ്ക്കോ നിൻ്റെ ഹൃദയത്തിലെ വേദന അറിയണമെന്നോ ആ വേദനയോടുകൂടെ ഇരിക്കണമെന്നോ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷെ നമ്മുടെ വേദന ചുമക്കുന്ന ഒരുവനുണ്ട്, അത് വഹിക്കുന്ന ഒരുവൻ. ക്രൂശ് ചുമക്കുന്നത് പോലെ നമ്മുടെ വേദന ചുമന്ന ഒരു ദൈവം. 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ മലമേടുകളിൽ യേശു ക്രൂശ് ചുമന്നു കൊണ്ടുപോയത് കേവലം ഒരു പച്ചമര കുരിശ അല്ലായിരുന്നു. അത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാ. എന്നാൽ ഇന്ന് പകൽ ആത്മാവി പറയാ, മരക്കുരിശുമേൽ തൂങ്ങപ്പെടുവാൻ ശാപമേറ്റു വാങ്ങിയത് നമ്മുടെ ശാപമാണ്. ശാപമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, രോഗമില്ലാത്തവൻ, വേദനയില്ലാത്തവൻ, നമ്മുടെ വേദന, നമ്മുടെ പാപം, നമ്മുടെ ശാപം, ഇതെല്ലാം യേശു ചുമന്നു. ഇന്ന് രാവിലെ ഞാൻ ആത്മനിറവിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ വേദന ചുമക്കുന്നൊരു ദൈവമുണ്ട്, ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്, ഭാരപ്പെടേണ്ട. നിങ്ങൾ നിലവിളിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ, ഒന്നിനും കുറവ് വരാതെ ഭദ്രമായി നിങ്ങളെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ ആത്മനിറവിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൂത് കൈമാറുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. പഴയ നിയമത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു സഹോദരിയെക്കുറിച്ച് കാണുന്നു. അവളുടെ പേര് ഹന്ന എന്നാണ്. അവളുടെ വീട്ടിൽ, അവളുടെ ഭവനത്തിൽ ഒത്തിരി നിന്ദകളുണ്ടായിരുന്നു. കാരണം അവളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഒരു കുഞ്ഞിനെ കാണുവാൻ കഴിയാതെ മച്ചി എന്ന് അവൾ അറിയപ്പെട്ടു.
യഹൂദന്മാരുടെ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് അതിന് ശേഷമായിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചില്ലെങ്കിൽ അവൾ വലിയ ഒരു ശാപമായ ജീവിതം നയിക്കുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നോക്കുക, അവൾ എല്ലായിടത്തും ഒറ്റപ്പെട്ടവളാണ്, പരിഹസിക്കപ്പെട്ടവളാണ്, നിന്ദിക്കപ്പെട്ടവളാണ്. എന്നാൽ ഹന്ന ആ വേദനകളെല്ലാം ഏറ്റുവാങ്ങി. പെനീന അവിടെ വീട്ടിൽ അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിന്റെ ദൈവം എവിടെയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പെനീന ചോദിക്കുന്നു, നിനക്കെന്താ കൊച്ചുങ്ങളുണ്ടാകാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ശാപിക്കപ്പെട്ട ജീവിതം എന്നൊക്കെ പറഞ്ഞു കാണും. എന്നാൽ ഇന്ന് രാവിലെ ഒരു കാര്യം മനസ്സിലാക്കണം. ഹന്ന ആ വേദനയുമായി തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, പെനീന എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ആ ഭർത്താവ് പറഞ്ഞതെന്താ? 10 മക്കളെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലേ. ആ വാക്കിൻ്റെ മുമ്പിൽ അവൾക്ക് ആശ്വാസം കിട്ടിയില്ല. കാരണം അവിടെ വേദന മാറണമെങ്കിൽ ഭർത്താവിൻ്റെ ആ വാക്കുകൊണ്ട് നടക്കില്ല. ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാകണം. ആ കുഞ്ഞിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. അവൾ ഓടി ആ വേദനയുമായി അവൾ യഹോവയുടെ ആലയത്തിൽ ചെന്നു. യഹോവയുടെ ആലയത്തിൽ ചെന്ന് അവൾ കരഞ്ഞു. ഒരാശ്വാസം കിട്ടും, ഒരു പ്രതീക്ഷ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവം എൻ്റെ കണ്ണുനീര് കാണും, എൻ്റെ വേദന അറിയും എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. അവൾ ദൈവസന്നിധി കരയാൻ തുടങ്ങി. അവൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ വേദന കർത്താവ് കണ്ടു. കർത്താവ് എന്താ, യഹോവയായ ദൈവം എന്താ പറഞ്ഞേ? യഹോവ പറയുകയാണ്, അടുത്ത വർഷം നിനക്കൊരു പുരുഷ പ്രജയുണ്ടാകും. ഹന്നായുടെ വേദന കണ്ട ദൈവം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചിലരുടെ വേദനകൾ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ വേദന അവൻ ചുമക്കുകയാണ്. നിന്റെ മനസ്സിൻ്റെ വേദന, നെരിപ്പൂട് കത്തുന്നത് പോലെ, ഊമി പുകയുന്നത് പോലെയുള്ള വേദനയുണ്ടല്ലോ. ഓരോ ദിവസവും എങ്ങനെ ജീവിക്കണമെന്നറിയാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥകൾ. ഞാൻ പരാജയപ്പെടുമോ? ഞാൻ രക്ഷപ്പെടുമോ? എനിക്കൊരു ഗതി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഇന്ന് രാവിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ആമേൻ നോക്കുക, വെള്ളം കിട്ടാത്ത ഭൂമി പോലെ, വിണ്ട് കീറിക്കിടക്കുന്ന, കൊട്ടനടിച്ച് കിടക്കുന്ന ഭൂമി പോലെ മനസ്സ് ഉണങ്ങിക്കിടക്കുന്ന ചിലർ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിങ്ങളുടെ വേദന കർത്താവ് നീക്കും. ഹന്നായുടെ വേദന നീക്കിയ ദൈവം നിങ്ങളുടെ മനസ്സിൻ്റെ വേദന കർത്താവ് നീക്കും. ആമേൻ. ഇന്ന് രാവിലെ അതുകൊണ്ട് കർത്താവ് പറയുന്നു, വചനത്തിനകത്ത് പറയുന്നു, അവൻ നിന്റെ വേദനകളെ ചുമക്കുന്നവനാണ്. യെശയ്യാവ് 53 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, വേദനകൾ ചുമക്കുന്ന ദൈവം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, മാതാവേ, കുഞ്ഞെ, പരിശുദ്ധാത്മാവിനെ ദൂത് പറയാം, നിങ്ങളുടെ വേദന എത്ര വലുതാണെങ്കിലും അതിനെ ചുമക്കുവാൻ, ആമേൻ, അതിനെ വഹിക്കുവാൻ, അതിനെ താങ്ങുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. വേദന അറിയുന്ന ദൈവം ഇവിടെ അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവൻ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നവൻ, നമ്മുടെ വേദനകൾ വഹിക്കുന്നവൻ. ഇന്ന് രാവിലെ നിങ്ങളുടെ വേദനകൾ അപ്പച്ചൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, നിങ്ങളുടെ കഷ്ടതകൾ ദൈവസന്നിധി കൊണ്ടുപോവാ. ആരോട് നിങ്ങൾ പറയേണ്ട നിങ്ങളുടെ വേദനകൾ? ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വേദന എന്തുമാകട്ടെ, ഏത് വിഷയവുമാകട്ടെ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമേറിയ വിഷയമാകാം നിങ്ങളുടെ വേദനകൾ. പക്ഷെ നിങ്ങളുടെ വേദനയ്ക്ക് പരിഹാരം തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഒരിക്കലും അവൻ നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും നിന്നെ അവൻ ഉപേക്ഷിക്കുകയില്ല, ഒരിക്കലും നീ മുടിഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. വേദന വഹിക്കുന്ന, ചുമക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൻ്റെ വേദന മാറാൻ പോവുക, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദന മാറാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള വേദന മാറാൻ പോവുക. ജീവിതത്തിൽ ഇട്ടുമൂടാൻ പറ്റാത്ത നിലയിലുള്ള കടഭാരം അനുഭവിക്കുന്നവർക്ക് ഇന്ന് പകൽ വേദനകൾ ദൈവം നിങ്ങളെ മാറ്റിത്തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ വലിയ ദൈവ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വേദനകളെ ചുമക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെന്ന്, ഞങ്ങളുടെ രോഗസൗഖ്യം തരുന്ന ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി വേദനകൾ, ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കർത്താവെ, അവർ ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദന, പ്രത്യേകം സ്കൂൾ തുറക്കുന്ന സമയമാണ് കർത്താവെ, ഒത്തിരി മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്. വിവാഹപ്രായമായി ഭവനത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് ചില മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്. ഭവനത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നവർ വേദനിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. അപ്പോൾ അവർ വേദനിക്കുന്നവരെ ഞാൻ കാണുന്നു. ഇന്ന് രാവിലെ അവർ വേദനകളെ ചുമക്കുവാൻ കർത്താവ് ക്രൂശ് ചുമന്നതുപോലെ ഇവരുടെ വേദനകളെ കർത്താവ് ചുമന്നിരിക്കുന്നതിനായി സ്തോത്രം.
കർത്താവരെ മാനിക്കണം, ദൈവം ഇവരെ വിടുവിക്കണം, ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണം, ഇവരുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തണം, ഒരത്ഭുതം കർത്താവ് ചെയ്യണം. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഒരു വിടുതൽ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദുഷ്ടശക്തികളെ കർത്താവ് നീക്കിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കുക, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വേദന ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും.